നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ ഉമ്മയുടെ കിച്ചൺ ഗാർഡനിലാട്ടോ. നിറയെ തക്കാളി കായ്ച്ചു നിൽക്കുന്നത് കണ്ടോ. പെട്ടെന്ന് വളർന്നു വന്നതാണ്. വെറും 45 ദിവസം കൊണ്ടാണ് ഈ തക്കാളിയൊക്കെ ഇങ്ങനെയായി വന്നിട്ടുള്ളത്. ശരിക്കും ഉമ്മ നല്ലൊരു കർഷകയാണ്. ജൈവ കൃഷി പ്രൊമോട്ട് ചെയ്യുന്ന ഒരാൾ കൂടെയാണ്. ഞങ്ങളുടെ കൃഷിത്തോട്ടത്തിലെ പരാഗണം കൂട്ടുന്നതിന് വേണ്ടി ഉള്ള ചില പൂക്കളൊക്കെയാണ് കേട്ടോ. വെള്ള കളറ് തെച്ചിപ്പൂവാണിത്. ഇതിപ്പോൾ ശരിക്കും നല്ലൊരു മരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട്. അതുപോലെ തന്നെ ചെമ്പരത്തി ഉണ്ട്. ചെമ്പരത്തി പരാഗണം കൂട്ടുക എന്നതിലുപരി ഈ ചെമ്പരത്തിയുടെ ഇലയും പൂവൊക്കെ താളിക്ക് വേണ്ടിയിട്ട് കൂടെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെമ്പരത്തി ചായ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള ചെമ്പരത്തി ചായ, ഹെൽത്തി കൂടിയാണ്. പിന്നെ ഇവിടെയുള്ളത് റോസാണ്. നല്ല റെഡ് കളറോട് കൂടിയിട്ടുള്ള റോസാണ്. അതുപോലെ തന്നെ ഇത് പനിക്കൂർക്കയാണ്. ഇതിൻ്റെ അടുത്തായിട്ട് പൂച്ചവാൽ ചെടിയുണ്ട്. പിന്നെ കുറച്ച് കളർ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ചെടികളിലും കൂടുതൽ കൃഷിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പയറാണിത്. ഇതിൻ്റെ കൂടെ തന്നെ ചായമൻസയുണ്ട്. പയറൊക്കെ വിളവെടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു ദിവസം വീട്ടിലോട്ട് വേണ്ട ഐറ്റംസൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ ഒരു നാരങ്ങയുടെ ചെടി നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് കയ്പം വേപ്പാണ്. ഈ കയ്പം വേപ്പിൽ കണ്ടില്ലേ, ഒരു തേനീച്ച കൂട് കൂട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ കസിൻ്റെ വീട്ടിൽ നിന്ന് തുരത്തി വെട്ട തേനീച്ചയാണ് ഇവിടെ വന്ന് കൂട് കൂട്ടിയിരിക്കുകയാണ്. പിന്നെ ഇവിടെ നല്ലൊരു പൂവ് നിൽക്കുന്നുണ്ട്. പിന്നെ പയർ ചെടി തന്നെയാണ്. പയറിൻ്റെ ഇലയും അതുപോലെ തന്നെ കായും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇത് വെണ്ടയാണ്. അത്യാവശ്യം വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ വെണ്ടയ്ക്ക ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് തന്നെ ഒരു നാരങ്ങയുടെ ചെടി കൂടെ ഉണ്ട്. കഴിഞ്ഞ വർഷം കായൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വാഴയുണ്ട് കേട്ടോ, നമ്മുടെ ആവശ്യത്തിനുള്ളതൊക്കെ. ഇത് പൊന്നം വാഴയ്ക്കയാണ്. പൊന്നം വാഴയ്ക്ക അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും. തോരൻ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ബജി ഉണ്ടാക്കാം. പിന്നെ 2 വർഷമായിട്ടുള്ള പ്ലാവാട്ടോ ഇത്. തേൻ വരിക്കയാണ്. പക്ഷേ 2 വർഷം ആവുന്നതിൻ്റെ മുമ്പ് തന്നെ കായ്ച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പയർ നിറയെ നട്ടിട്ടുണ്ട്. പയറൊക്കെ ഉണ്ടായി വരുന്നത്. ഇതെല്ലാം കുറ്റിപ്പയറാണ്. നീളം പയറുണ്ട്. അതുപോലെ തന്നെ മാവുണ്ട്. നമ്മുടെ അത്യാവശ്യം വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ മാങ്ങ ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മുടെ കേരവൃക്ഷം, നമ്മുടെ തെങ്ങ്, അത്യാവശ്യം നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തിനും അതുപോലെ തന്നെ എണ്ണയുടെ ആവശ്യത്തിനും എല്ലാം തേങ്ങയുണ്ട്. പാഷൻ ഫ്രൂട്ട് തേക്കിൻ്റെ മുകളിൽ കയറിയിരിക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ പന്തലൊക്കെ ഉണങ്ങിപ്പോയി. മത്തൻ്റെ വള്ളിയാണ്. ഇലയായിട്ടും മത്തനായിട്ടും കിട്ടാറുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ നന്നായിട്ട് തന്നെ കായ്ച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. വീട്ടിലെ എല്ലാ ഡിഷസിലും കറിവേപ്പില നന്നായിട്ട് ഇടും. 5-6 തണ്ട് കറിവേപ്പില തന്നെ ഓരോ തോരനിലും ഇടാറുണ്ട് കേട്ടോ. ഹെൽത്തിയാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ വിഷമില്ലാത്ത കറിവേപ്പില ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനാണ് മടിക്കുന്നത്, നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ പന്തലിൽ കയറിയിട്ടുള്ള കോവയ്ക്കയാണ്. കോവയ്ക്കയുടെ ഒരുപാട് വള്ളികളൊക്കെ ഉണ്ട്. പാഷൻ ഫ്രൂട്ടൊക്കെ ഉണങ്ങിപ്പോയതാണ്. പന്തൽ മാറ്റിയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഇടയിലൂടെ മുന്തിരിയുടെ വള്ളി കൂടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കോവയ്ക്ക ഉള്ളതുകൊണ്ട് പന്തൽ വെട്ടിക്കളഞ്ഞിട്ടില്ല. അത്യാവശ്യം ചെറിയൊരു തോരൻ വയ്ക്കാനൊക്കെ കോവയ്ക്ക ഇടയ്ക്ക് കിട്ടാറുണ്ട്. അപ്പോൾ പന്തൽ വെട്ടിക്കളഞ്ഞിട്ടില്ല. ഇതെവിടെയൊക്കെ ഉണ്ട് കോവൽ. ഇനി വഴുതനയാണ്. ഇവിടുത്തെ മാസ്റ്റർ പീസ് വഴുതന കേട്ടോ. നന്നായിട്ട് തന്നെ വഴുതന ഉണ്ടാകാറുണ്ട്. 10ഓളം ചെടികളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു മഴ വിട്ടതുകൊണ്ട് കുറച്ച് കായ്ക്കൽ കുറഞ്ഞിരിക്കുകയാണ്. പയറും വഴുതനയ്ക്ക് ഇന്ന് വിളവെടുത്തതാണ്. അതുകൊണ്ടാണ് അധികം കാണാത്തത്. പിന്നെ ഇത് ഹരിതയാണ് ഈ വഴുതന. നല്ല ടേസ്റ്റാണ് ഈ വഴുതനയ്ക്ക്. പിന്നെ മുളകിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കാന്താരി മുളകാണ് ഉപയോഗിക്കുന്നത്. പച്ചമുളകും ഉണ്ട്, പക്ഷേ ഇപ്പോൾ കായ്ച്ചിട്ടില്ല. ഇവിടെയും കുറച്ച് വെണ്ടയുണ്ട് കേട്ടോ. ചീരയാണിത്. പച്ച കളറ് ചീരയാണ്. എൻ്റെ ഡെയിലി ലഞ്ചിൽ ഞങ്ങൾ ഇലക്കറി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഉമ്മയും തന്നെ ലഞ്ചിൽ ഇലക്കറി ഉപയോഗിക്കാറുണ്ട്. ഇതൊരു നാടൻ പൈനാപ്പിളാണ്. നല്ല ടേസ്റ്റാണ് ഇതിന്. നല്ല നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന പൈനാപ്പിളിൻ്റെ ആ ഒരു ടേസ്റ്റേ അല്ല. പിന്നെ ഇലക്കറിയിൽ ഇവിടുത്തെ താരം മുരിങ്ങ തന്നെയാണ്. മുരിങ്ങ കായ ഉണ്ടാകുന്ന മുരിങ്ങ കൂടെയാണിത്. ഈ മുരിങ്ങ ഞങ്ങളുടെ ഡെയിലി കുക്കിങ്ങിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇലയായിട്ടും കായായിട്ടും ഒക്കെ കിട്ടാറുണ്ട്. വയന ഇലയാണിത്. ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു പേരക്കയുടെ മരം കൂടെ ഉണ്ട്. പേരക്കയും കിട്ടാറുണ്ട്. പിന്നെ പ്ലാവാണിത്. ചിലയിടത്തൊക്കെ ചക്ക പഴുത്തു തുടങ്ങി. എന്നാൽ ഇവിടെ ലൈറ്റായിട്ടാണ് ഉണ്ടാവാറ് ചക്ക. പക്ഷെ നന്നായിട്ട് തന്നെ ഉണ്ടാവും. ഈ പ്ലാവ് നിറയെ ചക്ക ഉണ്ടാവും. ഇടിച്ചക്കയുടെ പ്രായമായിട്ടുള്ളൂ.
പിന്നെ പപ്പായ, നാടൻ പപ്പായയാണിത്. കഴിഞ്ഞ വർഷം റെഡ് ലേഡി പപ്പായ ഉണ്ടായിരുന്നു, നന്നായിട്ട് തന്നെ കായ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊരു വർഷമേ നിന്നുള്ളൂ, അപ്പോഴേക്കിനും മരം പോയി. പക്ഷേ ഈ പപ്പായ ഇതിപ്പോൾ ഈ വർഷം ഉണ്ടായതാണ്, പെട്ടെന്ന് തന്നെ കായ്ച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്ലാവുണ്ട്, പ്ലാവിലും ചക്ക ഉണ്ടായിട്ടുണ്ട്. പിന്നെ കാന്താരി മുളകാണ്. ഇത് വലിയൊരു മരമായിരുന്നു, ഇതിപ്പോൾ മുറിച്ചിരിക്കുക കേട്ടോ. എന്നേക്കാളും ഹൈറ്റിലുള്ളൊരു മരം ഇത്. കഴിഞ്ഞ വർഷം വീട്ടിൽ ധാരാളം തക്കാളി ഉണ്ടായിരുന്നു. 8ഓളം ഗ്രോ ബാഗിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ വർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ അത്രയും നന്നായിട്ടില്ല ഈ വർഷം. കഴിഞ്ഞ വർഷം നാടൻ തക്കാളിയായിരുന്നു, ഇത് ബോംബെ തക്കാളിയാണ്. പിന്നെ കോളിഫ്ലവറാണ്. കോളിഫ്ലവർ ഇതുവരെ സക്സസ് ആയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ, പക്ഷേ ഈ വർഷം നന്നായിട്ട് തന്നെ കോളിഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ചെടികളുണ്ട് കോളിഫ്ലവറിൻ്റെ. പിന്നെ ഇവിടെ സാമ്പാർ ചീരയുണ്ട്. പിന്നെ സീസണിലായിട്ട് ഉണ്ടാകുന്ന വെജിറ്റബിൾസ് ഒക്കെ ഉമ്മ ഉണ്ടാക്കാറുണ്ട്. എന്തായാലും ഇവിടുത്തെ കിച്ചണിൽ ഒരു 80% ഐറ്റംസ് നമ്മുടെ ജൈവ രീതിയിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉമ്മയുടെ പച്ചക്കറി തോട്ടം എല്ലാവർക്കും ഇഷ്ടമായില്ലേ? വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.